പിന്നെ ഇതാണുള്ളത്. ഈ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചോട്ടാ നേതാവിനെ എന്തും ചെയ്യാൻ തയ്യാറായി അപ്പുറത്ത് നിൽക്കുന്ന പിണറായി വിജയന്റെ രോമത്തെ തൊടാൻ എന്ന് മാത്രമല്ല പല ചാനൽ ചർച്ചകളിലുമൊക്കെ തന്നെ എതിരാളികളെ മലർത്തിയടിക്കുന്ന ഒരു അസാമാന്യ കഴിവുള്ള ഒരാളാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എന്നാണ്. പക്ഷെ എനിക്കിപ്പോ പറഞ്ഞതിന് എല്ലാം എനിക്ക് പ്രേക്ഷകരോട് മാപ്പ് പറയണം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം, അഹങ്കാരത്തിന് ഈ പറഞ്ഞ പോലെ സാധാരണക്കാർ പറയുന്ന അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പോലെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തുരുമ്പെടുത്ത ഈ ചീഞ്ഞളിഞ്ഞ കോൺഗ്രസ് നേതൃത്വമാണുള്ളതെങ്കിൽ പിണറായി വിജയനെ ഒരു തവണയും കൂടി നമ്മൾ മുഖ്യമന്ത്രിയായി കാണേണ്ടി വരും എനിക്ക് തോന്നുന്നു. ഈ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ ഈ കൊളരാത്തവും പോയാൽ പശ്ചിമ ബംഗാളിൽ CPM-നുണ്ടായ അനുഭവം കേരളത്തിൽ കോൺഗ്രസിനുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തനിക്കിത് രണ്ടും 35 വയസ്സിനുള്ളിൽ കിട്ടിയതുകൊണ്ട് തനിക്കിനി മാധ്യമങ്ങളോടും ജനങ്ങളോടുമൊക്കെ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു അഹങ്കാരം ആ പയ്യന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അയാൾ മൂക്കിടിച്ച് താഴെ വീഴുകയും മൂക്കിനകത്ത് ചോര വരികയും ചെയ്യുമെന്നുള്ളത് അയാൾ അധികം താമസിക്കാതെ അയാൾ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കാശിന് കൊള്ളാത്ത ഒരുത്തനാണ്. അയാൾ മുഖ്യമന്ത്രിയാവാൻ ഒരു യോഗ്യതയില്ലാത്തവനാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ ഇപ്പൊ എത്തിയാണ്. സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ അങ്ങനെയാണ്.